ചുറ്റും പടരുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബർ 2 ചാക്ക കെയർ ഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എൻ്റെ ഞാൻ ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടി, എൻ്റെ സഹോദര കുഞ്ഞനായ ചാക്ക ഉല്ലാസിനെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ വർഷങ്ങളായി തുടർന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണ് സ്നേഹം തിരിച്ചു. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്വമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി എനിക്ക് നൽകുന്നു. കേവലം ആരാധനയും ആർപ്പ് വിളികളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തണലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ ആയ സന്തോഷമുണ്ട്. ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് നമുക്ക് കഴിയുന്നത് അഭിമാനം പകരുന്ന കാര്യമാണ്. അർഹരായ ഒട്ടനവധി വീട് വെച്ച് നൽകിയും നിർധനരായ ഒട്ടനവധി പേർക്ക് ചികിത്സാ സഹായം നൽകിയും കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തും എൻ്റെ എല്ലാ ജന്മദിനത്തിലും ചെയ്തു രക്തദാനം ചെയ്തും അശരണർക്ക് സഹായവുമായി ഓടിച്ചെന്നും സമൂഹത്തിന് മാതൃകയാവുന്ന ഉത്തരവാദിത്തമായി ഈ അസോസിയേഷൻ മാറിയിരിക്കുന്നത് മതിയായ അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ലാൽക്കേഴ്സിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ വേൾഡ് വൈഡ് മോഹൻലാൽ ഫാൻസും ലാൽക്കേഴ്സും ചേർന്ന് നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്ന് അന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ എന്തിനാ ലാലേട്ട മടി എന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന വികാരം അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എനിക്കറിയില്ല. ഒരുപാട് നന്ദി. നന്മ പകർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക. ഒരു കൂട്ടുകാരനായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഓരോ വീടിനും നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുള്ളി രക്തത്തിലും അദൃശ്യമായി എൻ്റെ സ്നേഹത്തിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നീട്ടുന്ന ഓരോ സഹായ ഹസ്തത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ ചൂടുണ്ട്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.